Hi students, ഇന്ന് അന്തർദേശീയ യോഗാ ദിനം. മാറി വരുന്ന നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ട ഒന്നാണ് യോഗ. എല്ലാവരും യോഗ ശീലമാക്കുക, നമ്മുടെ ജീവിതത്തിൽ അത് പതിവാക്കുക. ബൈ. Respected Chairman Ashraf sir, V. Marco sir, Inspector of Police Perimbadappu, Ansi ma'am, and all other dignitaries, a warm greetings to one and all. International Yoga Day is celebrated on June 21st every year from 2000 onwards. Commonly, we are thinking yoga is an exercise, a physical exercise. Actually, it is not only an exercise, but it is a treatment also, a treatment without medicine. By practicing yoga, we can get more energy. We will be energized, and it will help to control our emotions. And in our life, if we are practicing yoga every day, so we will be happy, and all the emotions we can control, and we can make it as in an equilibrium stage. So that is the importance of yoga. So, and also it's a connection between our body and mind. Here I kindly request you to practice yoga and make it as a habit in your life. I don't like to extend my words. Here I welcome all the dignitaries to this program, and I extend my heartfelt congratulations to all the participants and all the members who presented their views in this grand venture. Let me conclude. Thank you. Have a nice day. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ ഭാഗമായി KMM സ്കൂൾ SPC സംഘടിപ്പിക്കുന്ന യോഗാ ദിനത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നതോടൊപ്പം മത്സരവും സമ്മർദ്ദവും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ യോഗയുടെ പ്രാധാന്യം എന്തെന്ന് നമുക്കേവർക്കും അറിയാം. മനുഷ്യൻ്റെ വർദ്ധിച്ചു വരുന്ന ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾക്കുള്ള ശാസ്ത്രീയ പരിഹാരമാണ് യോഗ. സ്കൂളിലെ കുട്ടികളെല്ലാവരിലേക്കും ഈ പരിശീലനം എത്തിക്കാൻ വേണ്ടി ചെയ്യുന്ന ഈ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഇന്റർനാഷണൽ യോഗ ഡേയുടെ ഭാഗമായി പെരുമ്പടപ്പ് പുത്തൻപള്ളി KMM ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് SPCയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന യോഗ ക്ലാസ്സിന് പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷന്റെ പേരിൽ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഇന്റർനാഷണൽ യോഗ ഡേയുടെ ഭാഗമായി പെരുമ്പടപ്പ് പുത്തൻപള്ളി KMM ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് SPC യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഓൺലൈൻ യോഗ ഡേ പ്രോഗ്രാമിന് എല്ലാവിധ പിന്തുണയും വിജയാശംസകളും അറിയിച്ചോളൂ. ഇന്റർനാഷണൽ യോഗ ഡേയുടെ ഭാഗമായിട്ട് പുത്തൻപള്ളി KMM ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ച് നടക്കുന്ന ഓൺലൈൻ പ്രോഗ്രാമിന് പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷന്റെ വക എല്ലാവിധ പിന്തുണയും വിജയാശംസകളും നേരുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജിഷാദ് സാർ. മുമ്പ് KMMലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിൻ്റെ CPO ആയി പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ പോത്തന്നൂർ ഗവൺമെൻറ് UP സ്കൂളിലെ കായികാധ്യാപകനായിട്ടാണ് സേവനമനുഷ്ഠിക്കുന്നത്. നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. നാളെ ജൂൺ 21 ലോക യോഗാ ദിനമായി നമ്മൾ ആചരിക്കുകയാണ്. യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും ബോധവാന്മാരായിരിക്കണം. യോജിപ്പിക്കുക എന്നർത്ഥം വരുന്ന യോജ്, ഇരിപ്പ് എന്നർത്ഥം വരുന്ന ആസ്യ എന്നീ വാക്കുകളിൽ നിന്നാണ് യോഗാസനം ഉടലെടുത്തത്. തിരക്കും മത്സരവും വ്യാകുലതയും നിറഞ്ഞ ആധുനിക ലോകത്ത് മനുഷ്യൻ്റെ വർദ്ധിച്ചു വരുന്ന മാനസിക പിരിമുറുക്കത്തിൻ്റെ തോത് കുറയ്ക്കാൻ
യോഗയുടെ സംഭാവന അതുല്യമാണ്. മാനസികമായ പിരിമുറുക്കം, നമ്മൾ ഏർപ്പെടുന്ന ജോലിയിലുണ്ടാകുന്ന പ്രഷർ, അതുപോലെ പലതരത്തിലുള്ള സംഘർഷാവസ്ഥ, ഇതൊക്കെ തരണം ചെയ്യുന്നതിന് യോഗ അത്യാവശ്യമാണ്. നിങ്ങളുടെ ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു 5 യോഗ നമുക്കൊന്ന് പരിചയപ്പെടാം. താടാസനം, ഉദ്ധിത ഏകപദാസനം, അർദ്ധശലഭാസനം, അർദ്ധപത്മാസനം, വജ്രാസനം. ഈ 5 യോഗകൾ 7 മുതൽ 10 വരെയുള്ള അല്ലെങ്കിൽ 12 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വളരെ സിമ്പിളായി ചെയ്യാൻ കഴിയുന്ന യോഗകളാണ്. ഈ യോഗയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കൃത്യമായി നിത്യമായി ശീലിക്കുകയാണെങ്കിൽ ശാരീരികവും മാനസികവുമായ ഉന്മേഷം ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ നല്ല ശാരീരിക സംസ്ഥിതി ലഭിക്കുന്നു. കൂട്ടുകാർക്കിടയിൽ നല്ല സാമൂഹിക ബോധം വളർത്തുവാനും ബുദ്ധി ഏകാഗ്രതയോടെ നിലനിർത്തുവാനും നമുക്ക് സാധിക്കുന്നു. പ്രിയപ്പെട്ട KMMലെ എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നാളെ നടക്കുന്ന ഈ യോഗ ആചരണത്തിൻ്റെ ഭാഗമായി എല്ലാവർക്കും നല്ലൊരു യോഗാ ദിനം ആചരിക്കുന്നു. നന്ദി, നമസ്കാരം. വാം ഗുഡ് മോർണിംഗ് വൺ ആൻഡ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. രോഗം ഇല്ലാത്ത അവസ്ഥ, അതല്ലേ ആരോഗ്യം. കോവിഡ് മഹാമാരി മനുഷ്യ ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ച ഇന്നത്തെ അവസ്ഥയിൽ ആരോഗ്യത്തോടെയുള്ള അവസ്ഥ എന്നതിന് വളരെ അധികം പ്രാധാന്യമുണ്ട്. ആരോഗ്യത്തോടുകൂടി വളരെ കാലം ജീവിക്കുന്ന മനുഷ്യരുടെ എണ്ണം വളരെ വിരളമായി കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ മനസ്സിനെയും ശരീരത്തെയും ഒരുമിച്ച് ഉണർത്തുന്ന വ്യായാമമായ യോഗാസനങ്ങൾ മാനവരാശിക്കാകെ ഉത്സാഹവും ഉണർവും പ്രദാനം ചെയ്യുക മാത്രമല്ല, ആരോഗ്യം നിലനിർത്തുന്നതിനും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും വളരെ സഹായകമാണ്. യോഗാസനങ്ങളുടെയും ധ്യാനത്തിന്റെയും പ്രാധാന്യം അതിൻ്റെതായ അർത്ഥത്തിൽ ഉൾക്കൊണ്ട് യോഗാ ദിനം ആചരിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന KMM SPC യൂണിറ്റിനും അതിനോടൊപ്പം അതിനെല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകുന്ന KMM മാനേജ്മെന്റ്, പ്രിൻസിപ്പൽ, KMM SPC യൂണിറ്റ് DPO ദിൽസത്ത് മാം, ACPO റുബീന മാം, പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷൻ KMM SPC സ്കൂൾ DI സജീഷ് സാർ, ആൻസി മാൻ, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, എന്റെ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാർ, എല്ലാവർക്കും യോഗാ ദിന ആശംസകൾ. താങ്ക് യു. നമസ്കാരം. യോഗാ ദിനം ആചരിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന KMM SPC യൂണിറ്റിന് അഭിനന്ദനങ്ങൾക്കൊപ്പം ഭാരവാഹികളായ ദിൽസത്ത് മാം, റുബീന മാം, പോലീസ് സ്റ്റേഷൻ DI സജി സർ, ADA ആൻസി മാം, എന്റെ സ്വന്തം ആനു സർ, ഒപ്പം പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, മാനേജ്മെന്റ്, മറ്റ് ഭാരവാഹികൾ, എന്റെ പ്രിയപ്പെട്ട അധ്യാപകർ, ഒപ്പം എന്റെ കൂട്ടുകാർക്കും യോഗാ ദിനാശംസകൾ. യോഗാസനങ്ങൾക്ക് ശ്വസന പ്രക്രിയയുമായി വളരെയധികം ബന്ധമുണ്ട്. ആയതിനാൽ 1-2 ദിവസങ്ങളിൽ അത് അവസാനിക്കാതെ തുടർന്ന് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. എൻ്റെ പേര് കൃഷ്ണകുമാർ. ഞാൻ KMM ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നു. 2015 ജൂൺ 21 മുതലാണ് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു തുടങ്ങിയത്. 2014 സെപ്റ്റംബർ 27 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്തപ്പോഴാണ് ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി തിരഞ്ഞെടുത്തത്. KMM ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ എല്ലാ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും
ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ഡേ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.